സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തേക്ക് എത്തിയെന്നാണ് പറയുന്നത്. യാത്രാമധ്യേ ഒരു പ്രീ പ്ലാനഡ് ആയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനമല്ല. നമ്മളൊക്കെ ചെയ്യുന്നത് പ്ലാൻ ചെയ്തിട്ടാണ്. അവർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു പബ്ലിസിറ്റി കിട്ടും, ഇവർക്ക് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പബ്ലിസിറ്റി കിട്ടും. അങ്ങനെയല്ല സമരിയക്കാരൻ ചെയ്തത്. യാത്രാമധ്യേ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, കിടന്ന സ്ഥലത്തേക്ക്. ഞാൻ പണമൊക്കെ തരാം, നിങ്ങൾ ചെയ്തോ, എൻ്റെ പേര് മാത്രം വെച്ചാൽ. അങ്ങനെയല്ല, അവൻ ഇറങ്ങിത്തിരിക്കുക, കിടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, വേദനിക്കുന്നവൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്, വേദനിക്കുന്നവനെ തലോടാൻ ചെല്ലുകയാണ്, അവനെ ശുശ്രൂഷിക്കാൻ ചെല്ലുക. അങ്ങനെ ഒരു മനസ്സെനിക്കുണ്ടോ എന്നുള്ളതാണ് യാത്രാമതി. യാത്രാമതി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ ജീവിതം ഇങ്ങനെ കടന്നു പോവുകയാണ്, എൻ്റെ ജീവിതം മുഴുവനായിട്ട് ഒരു കരുണയുടെ ഭാവം ഉണ്ടാകണം എന്നുള്ളതാണ് സമരിയക്കാരൻ പറയുക. ഇങ്ങനെ കടന്നു പോകണം. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല, നോമ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കാണാൻ വേണ്ടിയോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കടന്നു പോകണം. യാത്രാമധ്യേ ഞാൻ എൻ്റെ മരണം വരെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നന്മ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. അങ്ങനെ ഒരു ഭാവം എനിക്കുണ്ടോ? എപ്പോഴെങ്കിലും ഓർത്തെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കണം, എന്തെങ്കിലും നന്മകൾ ഉണ്ടാകണം, ഒരു വിവാഹം നടക്കണം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ നടക്കണം, അതിനുവേണ്ടി ചെയ്യുന്ന ദാകരുത് ചാരിറ്റി അല്ലെങ്കിൽ നന്മ. അത് യാത്രാമധ്യേ ഓരോ ദിവസവും ഓരോ മണിക്കൂറും എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ ഒരു നന്മയെങ്കിലും ചെയ്തിട്ട് പോയി നോക്കിയേ. അതാണ് യാത്രാമധ്യേ. ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, എൻ്റെ പ്രവൃത്തി നന്മയാണ്, ഞാൻ മറ്റുള്ളവരെ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. അത് മാത്രമേ, അതിനുവേണ്ടിയാണ് കർത്താവിനെ അയച്ചിരിക്കുന്നത്. അതാണ് സമരിയക്കാരന് കിട്ടിയ വലിയ ഭാവം. മറ്റുള്ള രണ്ടുപേർക്ക് അവരുടെ യാത്രയാണ് വലിയതുണ്ടായിരുന്നത്, ഇതിനേക്കാളും വലുത് അവൻ്റെ യാത്രയാണ്. അവർ നന്മ ചെയ്യാൻ വേണമെങ്കിൽ വരും. എപ്പോഴാണെന്നറിയാമോ? എന്തെങ്കിലും ഒക്കേഷൻ ഉണ്ടാകട്ടെ, ആരെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ. അങ്ങനെയല്ല, ഞാൻ ചിന്തിക്കേണ്ടത് യാത്രാമധ്യേ. ജീവിതം മുഴുവൻ നീളം ഒരു ദിവസം കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാതെ നമുക്ക് കിടക്കരുത്. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ.